മുൻ ഗോവ മിസോറാം ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം വെൺമണി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ശ്രീധരൻപിള്ളയുടെ മാതാവ് പി ഭവാനി അമ്മയുടെ 95ാം ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു സമർപ്പണമായി പ്രകാശനം നടത്തിയത്. മുൻ മിസോറാം ഗോവ ഗവർണറായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള രചിച്ച കവിതാ സമാഹാരമായ മൃദുരവങ്ങൾ, യാത്രാവിവരണമായ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലൂടെ എന്നീ ഗ്രന്ഥങ്ങളുടെ പ്രകാശനം നടന്നു. വെൺമണി മർത്തോമ സ്കൂൾ അങ്കണത്തിലാണ് പ്രകാശനം നടന്നത്. ശ്രീധരൻപിള്ളയുടെ മാതാവായ പി ഭവാനിയമ്മയുടെ 95ാം ജന്മദിനത്തോട് അനുബന്ധിച്ചുകൂടിയാണ് ചടങ്ങ് നടത്തിയത്. ജന്മദിന സമർപ്പണമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്ന ചടങ്ങും കൂടിയായിരുന്നു നടന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. സാഹിത്യത്തിലും കലയിലും അങ്ങനെ പൂർണ്ണമായ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രസാധകരുടെ ചുമതല. ഇപ്പൊ DC ഒക്കെ തന്നെ എത്ര പുസ്തകങ്ങളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്നിപ്പോ DC ആണ്. അപ്പൊ ശ്രീധരൻപിള്ളയുടെ ഓരോ പുസ്തകവും, എനിക്ക് പുസ്തകം എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓരോ പുസ്തകവും വിജ്ഞാനപ്രദമാണ്, ചിന്തിക്കാനുള്ളതാണ്. പുസ്തക പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. റവറന്റ് ഡോക്ടർ യുയാക്കിം മാർ കുറിലോസ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ഉമ്മൻ സ്വാഗതം പറഞ്ഞു. പുസ്തക പരിചയം പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. സജി ചെറിയാൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. പുസ്തകം എഴുതണമെങ്കിൽ നല്ല ധാരണ വേണം, നല്ല പഠനം വേണം, നല്ല ഗവേഷണം വേണം. ഇതെല്ലാം തൻ്റെ തിരക്കേറിയ ഔദ്യോഗികവും തൊഴിൽപരമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാം. എനിക്ക് ഇവിടെ നിന്ന് ചോദിച്ചു. അത് നമുക്കെല്ലാം ഇല്ലാത്ത ഒരു പ്രത്യേക കരുത്തും കഴിവും ശ്രീധരൻപിള്ള സാറിന് ലഭ്യമായി. അതൊരു എന്താ പറയുക, ചെറുപ്പത്തിൽ മാത്രം കിട്ടുന്ന ചില പ്രത്യേകതകളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചില പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് ശ്രീധരൻപിള്ള സാർ. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അവരെല്ലാം സ്വന്തം സ്കൂളിനെ കുറിച്ച്, താൻ പഠിച്ച വിദ്യാലയത്തെ കുറിച്ച് അഭിമാനത്തോടു കൂടി ജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ അവർ സ്മരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് ഒരു നാടിന്റെ വികസനം, ഹൃദയത്തിന്റെ വികാസമാണ്. ഹൃദയം വികസിക്കണമെങ്കിൽ സാംസ്കാരികമായി, ധാർമ്മികമായി ഒരു ഹൃദയം വികസിക്കുന്നത് ആവശ്യമാണ്. PN സുകുമാർ പണിക്കർ, ജെബിൻ P വർഗീസ്, റവറന്റ് EBT മാമൻ, KN ഭദ്രൻ, DC രവി, NE മനോഹരൻ, ജോൺ ജോസഫ്, ഡോക്ടർ M യോഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. PS ബാലകൃഷ്ണൻ നായർ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.